ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അമ്മണിക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് മഞ്ചേരി. ഒരു യോഗയുടെ കെയർ ഓഫിലാണ്. അവൾ യോഗ ആയുഷിൻ്റെ അണ്ടറിൽ യോഗ പഠിച്ചിട്ട് 3rd റാങ്കൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവളുടെ ചെറിയൊരു ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഞ്ചേരിയിൽ പോണത് കാര്യമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ നാടായിട്ടുള്ള ചാത്തങ്കോട്ട് പുറത്തുനിന്ന് മഞ്ചേരിയിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും സ്ഥലത്തെത്തിയിട്ടോ. സ്ഥലത്ത് അവൾ ഇൻ്റർവ്യൂവിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. മഞ്ചേരി തന്നെയാണ് സ്ഥാപനം. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മഞ്ചേരി ടൗണിലെത്തി. അവിടുന്ന് ടോക്ക് ആൻഡ് ഫോസ് എന്നൊരു കൂൾ ബാറിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ ഒരു കോൾഡ് കോഫി വാങ്ങി. നല്ല അടിപൊളി കോൾഡ് കോഫി ആയിരുന്നു. അത് കഴിഞ്ഞ് മോമോസ് വാങ്ങി. വെജ് മോമോസ് ആയിരുന്നു. അതും വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാൻ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അവിടെ. പിന്നെ ക്ലബ് സാൻഡ്വിച്ച് വാങ്ങി. അതും പോരാഞ്ഞിട്ട് അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെജ് പാസ്ത വാങ്ങി. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അതും വേണ്ട പകുതിയാക്കി. ലേശം പാർസൽ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ RJ ഫ്രെയിംസിലെ ജിഷ്ണു മാധവനെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹത്തിനോട് കുറച്ച് വിവരങ്ങളൊക്കെ തിരക്കി. അല്ല, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ മഞ്ചേരി പോയതാടാ. ഞാൻ അമ്മണീനെ കൊണ്ട് മഞ്ചേരി പോയത്. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു യോഗേന്റെ. അപ്പൊ അതിന്റെ അത് കുറച്ച് ദിവസമായി ഇപ്പൊ ഇങ്ങനെ വിളിച്ചത്. മഞ്ചേരി ഒന്ന് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകണം. എന്തായാലും ഞാനിപ്പോ ഇവിടെ നമ്മുടെ അമ്പലത്തിന്റെ കൂടെ അങ്ങനെ വെറുതെ ഇങ്ങനെ പോന്ന. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ RJ ഫ്രെയിംസിലെ ജിഷ്ണു മാധവ്. അപ്പോൾ നമ്മള് ഇപ്പോ എന്നെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അതിമനോഹരമായൊരു ചെറിയൊരു അമ്പലമാണ്. വിഷ്ണു ക്ഷേത്രമാണ്. നല്ല ലൊക്കേഷൻ അല്ലേ? ഒന്ന് നോക്കി. നമ്മള് വ്ളോഗ് തുടങ്ങിയ ആദ്യത്തെ ലൊക്കേഷൻ. അതെ, ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ സാഹസികമായ വ്ളോഗ് ആരംഭിച്ചത്. നിങ്ങളെവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്ളോഗിന്റെ ആരംഭം കുറിച്ചത് ഈ സ്റ്റെപ്പിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ അതിമനോഹരമായ തൃക്കാട് വിഷ്ണു ക്ഷേത്രം. ഞങ്ങളെ സ്ഥിരം ലൊക്കേഷനാണ്, ഞങ്ങളുടെ സ്ഥിരം വേട്ടമൃഗം. ഇവിടെ ഒരു നല്ലൊരു കുളമുണ്ട് സുഹൃത്തുക്കളെ. ഇത് ഞങ്ങള് പണ്ട് കാലത്ത് മഴക്കാലത്ത് പണ്ട് ഞങ്ങള് സ്ഥിരം ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് ഞങ്ങളടുത്ത്. ഞങ്ങൾ വാടക കേട്ടോ. അതിലെ ചാടി 4:30-5 മണി ആ സമയത്ത് ഇവിടെ വന്ന് മറിഞ്ഞ് കളിക്കലായിരുന്നു. പിന്നെ ഇവിടെ ഇതില് മറ്റേ സാധനം ഉണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ കുളിക്കാറില്ല. എന്താണ് സാധനത്തിന്റെ പേര്? അമീബ. അതുമല്ല, മറ്റുള്ള നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ അവസ്ഥ തന്നെ. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാരും കൂടി കാനഡയിലും മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മാത്രമായി ഇപ്പോ ഇവിടെ അവശേഷിക്കുന്നത്. പിന്നെ ക്രമേണ ഇങ്ങോട്ടുള്ള വരവും നിന്നു. കുളപ്പ ഈ അവസ്ഥയിലായി. നമ്മുടെ തലമുറേന്റെ ഒരു അവസ്ഥയാണ്. ആർക്കും കുളവും വേണ്ട, കളിയും വേണ്ട. നന്നാക്കി എടുത്ത് ഇപ്പോഴും നല്ല കുളമാണ്, അടിപൊളി കുളമാണ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടുമ്പുറത്തെ വിശേഷങ്ങള്. ഇവിടെ ചെറിയൊരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് പുതുതായിട്ട്. ഇതിൻ്റെ നവീകരണം പിന്നെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ. അപ്പോൾ ജിഷ്ണു എന്നാണ് ഇവൻ്റെ ശരിക്കുള്ള പേര്. ഞാൻ വിളിക്കുന്ന മോണ്ടൻ. ഞങ്ങളെല്ലാവരും എൻജിനീയറാണ് ഇവൻ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ച് ഞങ്ങളുടെ വ്ളോഗിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇടുന്നുണ്ടാവും. അതെ, നമുക്കിനി വരും. ഞങ്ങളിനി ലൈവിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. വിശദമായി പരിചയപ്പെടാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. പക്ഷെ നമ്മുടെ ബ്യൂട്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ബ്യൂട്ടി തന്നെ. കുറച്ച് റബ്ബർ ഉണ്ട്, പക്ഷെ റബ്ബറിന് അപ്പുറത്ത് ഇവിടെയൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചാണ്ടോ. ഈ സ്ഥലത്തൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു പറമ്പ് പോലും ഈ നാട്ടിൽ ബാക്കിയില്ല. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, അവിടെ റബ്ബർ വെക്കുന്നു. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, അവിടെ റബ്ബർ. ഒരു 20 കൊല്ലം മുൻപേ, ഏകദേശം ഒരു 10-15 കൊല്ലം മുൻപൊക്കെ ഇവിടെ നിന്ന് റബ്ബറൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്തൊക്കെ തന്നെയാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. എന്ത് ചെയ്യാനാണ്, പറമ്പുകളും പാടങ്ങളും ഒക്കെ റബ്ബർവൽക്കരിക്കപ്പെട്ടു. ക്രിക്കറ്റ് കളിക്കാനൊന്നും ആരുമില്ല. അപ്പം പിന്നെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ അറിഞ്ഞൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.